ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഇറച്ചിച്ചോറ് തയ്യാറാക്കിയാലോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഇറച്ചിച്ചോറ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് ചിക്കൻ ഇറച്ചിച്ചോറാണ്. അപ്പോൾ അത് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഒരു ചെറിയ ബേ ലീഫ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ചെറിയ നമ്മുടെ വലിയ ജീരകം, പിന്നെ നമ്മുടെ സ്റ്റാർ അനീസ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടതിന് ശേഷം നമ്മുടെ എണ്ണയിൽ അത് കിടന്നൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സവാള കുനുകുനാന്നരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതെടുത്തതും കൂടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ വഴണ്ട് വരണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കറിവേപ്പിലയും അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വഴൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം. അതുവരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അവിടെ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടികൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. എരിവെള്ള മുളക് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഇനി നമുക്ക് ഒരു പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്ത് ഒരുപാട് എണ്ണ ചേർത്തിട്ടില്ല. സാധാരണ ഇറച്ചിച്ചോറിലൊക്കെ നല്ലതുപോലെ എണ്ണയും നെയ്യൊക്കെ ചേർത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ അധികം അത്രയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് നുറുക്കിയെടുത്തതും കൂടി ചേർത്ത് 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ തൈരുണ്ടല്ലോ, അധികം പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. അധികം പുളി കുറഞ്ഞതും എടുക്കരുത്, മീഡിയം ഇതിൽ പുളിയുള്ളത് എടുക്കാൻ വേണ്ടി നോക്കുക. അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം ചിക്കൻ ചെറിയ പീസുകളായിട്ടാണ് എടുത്തിരിക്കുന്നത്, ഒത്തിരി വലിയ പീസുകളല്ല. അതും കൂടി ഇട്ട് നമുക്ക് ഇതിനകത്ത് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 3/4 കിലോ തികച്ചില്ല, ഒരു 1/2 കിലോ 3/4 കിലോയുടെ ഇടയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ചിക്കനൊക്കെ ഒന്ന് ഒരു പാതി വേവ് ആവട്ടെ. അതുവരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിനകത്ത് തന്നെ വെള്ളമൊക്കെ വരും. ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കരിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പാതി വേവാവുന്നിടം വരെ നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ അതായത് ഇവിടെ പാതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ജീരകശാല അരി ഒരു 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളമൊന്നും ഇല്ലാതെ ഊറ്റിയെടുത്തതാണ്. ഇപ്പോൾ ഇത് അരി എടുത്ത പാത്രമാണ്. 1 കപ്പ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരുപാട് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, മല്ലിയിലയും പുതിനയിലയൊന്നും. ഒരുപാട് നിങ്ങൾക്ക് മല്ലിയിലയുടെയും പുതിനയിലയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നല്ലതുപോലെ അരിയൊക്കെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. നമ്മുടെ ചിക്കനൊക്കെ ആയിട്ട് നമ്മുടെ മസാലയൊക്കെ ആയിട്ട് ഒന്ന് മിക്സായി വരണം. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളമാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ച് ഈ അരിയൊക്കെ ഒന്ന് വേവണ്ടേ, അതുവരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അരി വേവിച്ചെടുക്കുമ്പോൾ ഇതൊന്ന് തിള വരുന്നിടം വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ അതിനകത്തേക്ക് നേരത്തെ തന്നെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ജസ്റ്റ് ചോറിന് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ കുറച്ച് ഉപ്പും കൂടി എനിക്ക് വേണമെന്ന് തോന്നി, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ തിള വരുന്ന സമയത്ത് വേണം നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേവിക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്ന് തിള വന്നതിന് ശേഷമാണ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. കുക്കറിലാണെങ്കിൽ ഇങ്ങനെ വേണ്ട, നമ്മൾ അല്ലാതെ തയ്യാറാക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് നല്ലതായിട്ട് തോന്നിയത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം ഒരു ചോറൊക്കെ ഒന്ന് വെന്ത് മുക്കാൽ ഭാഗം ആകുന്ന സമയത്ത് ഇതുപോലെ ഒരു വാഴയില വെട്ടി വെച്ചിട്ട് അതിൻ്റെ പൊക്കത്തോട്ട് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് അതൊന്ന് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ചോറിന് കിട്ടും കേട്ടോ. നമ്മുടെ വാഴയിലയുടെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ചോറ്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഇറച്ചിയുടെ ചിക്കൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ചോറാണ്, സാധാരണ ഇത് ബീഫ് വെച്ചിട്ടും തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. സിമ്പിളാണ് തയ്യാറാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.